ഹാലോ ആൽക്കെയിൻസിന്റെ അടുത്ത പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ആയിട്ടുള്ള റിയാക്ഷൻ വിത്ത് മെറ്റൽസ് എന്താണെന്ന് നോക്കാം. സാധാരണയായിട്ട് ഓർഗാനിക് ക്ലോറൈഡുകൾ, ബ്രോമൈഡുകൾ, അതുപോലെ തന്നെ അയഡൈഡുകൾ ഇവ ചില മെറ്റലുകളുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക തരം കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നു. ആ കോമ്പൗണ്ടുകളെയാണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഈ ഓർഗാനിക് മെറ്റാലിക് കോമ്പൗണ്ട്സ് വളരെ അധികം പ്രത്യേകതകളുള്ള കോമ്പൗണ്ടുകളാണ്. ഈ കോമ്പൗണ്ടുകളിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ടുകളെ 1900 വിക്ടർ ഗ്രിഗനാർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിക്കുകയുണ്ടായി. വിക്ടർ ഗ്രിഗനാർഡ് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടുകളെ ഗ്രിഗനാർഡ് റിയേജൻ്റ് എന്ന് വിളിക്കുന്നു. അതായത് ഇവിടെ നമുക്ക് കാണാം ആൽക്കൈൽ ഹാലൈഡുകൾ, അതായത് ആൽക്കൈൽ ബ്രോമൈഡുകളോ ക്ലോറൈഡുകളോ അയഡൈഡുകളോ മെഗ്നീഷ്യം എന്ന മെറ്റലുമായിട്ട് ഡ്രൈ ഈതർ എന്ന സോൾവെൻറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് എന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ ഗ്രിഗനാർഡ് റിയേജൻ്റ് ഉണ്ടാകുന്നു. ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡിൻ്റെ ജനറൽ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് RMgX ആണ്. ഇവിടെ നോക്കാം, RX undergo reaction with magnesium in the presence of dry ether and form RMgX. ഒരു എക്സാമ്പിൾ നോക്കൂ, CH3CH2Br ethyl bromide undergo reaction with magnesium in the presence of dry ether form CH3CH2MgBr. ഇത് ഒരു ഗ്രിഗനാർഡ് റിയേജൻ്റ് ആണ്. ഗ്രിഗനാർഡ് റിയേജൻറ്റിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ ഗ്രിഗനാർഡ് റിയേജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMgX ആണ് അല്ലേ. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കൈൽ പാർട്ട്, അതിൽ കാർബൺ ആറ്റം ഉണ്ട്. ദെൻ Mg എന്ന് പറയുന്നത് മെഗ്നീഷ്യം ആണ്. X എന്ന് പറയുന്നത് എന്താണ്, എനി ഹാലജൻ ആണ്. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ചാർജ് നമുക്ക് എങ്ങനെയാണ് നോക്കുക? ഇവിടെ നമുക്ക് കാണാം RMgX എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ R ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ്, കാർബൺ ഉണ്ട് അല്ലേ. ഈ കാർബൺ മെഗ്നീഷ്യത്തിലു കൂടെയുള്ള ഇലക്ട്രോണുകളെ നന്നായിട്ട് പുള്ള് ചെയ്യുന്നു. അതിനാൽ ഇവിടെ കാർബണിന് സ്ലൈറ്റ്ലി നെഗറ്റീവ് ചാർജ് ഉണ്ടാവുകയും കാർബൺ മെഗ്നീഷ്യം ബോണ്ട് ഒരു കോവാലൻ ബോണ്ടായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ മെഗ്നീഷ്യം ഹാലജൻ ബോണ്ട് എങ്ങനെയാണ്? മെഗ്നീഷ്യം ഹാലജൻ ബോണ്ട് കംപ്ലീറ്റ്ലി അയോണിക് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് ഗ്രിഗനാർഡ് റിയേജൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗ്രിഗനാർഡ് റിയേജൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് എനി സോഴ്സ് ഓഫ് പ്രോട്ടോൺ. ഏത് സോഴ്സ് പ്രോട്ടോണുമായിട്ടും ഇവ റിയാക്ട് ചെയ്യുകയും അതിനുശേഷം ഹൈഡ്രോ കാർബണുകളായിട്ട് മാറുകയും ചെയ്യുന്നു. സാധാരണയായിട്ട് വാട്ടർ, ആൽക്കഹോൾ, അമൈൻസ് എന്നിവയെല്ലാം പ്രോട്ടോൺ ഡോണറുകളായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഇവിടെ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കാണാം. RMgX അല്ലെങ്കിൽ ഗ്രിഗനാർഡ് റിയേജൻറ്റ് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് വാട്ടർ. വാട്ടറിൽ നിന്നും ഒരു പ്രോട്ടോണിനെ സ്വീകരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് RH അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇവിടെ ഉണ്ടാകുന്ന ഒരു സബ് പ്രൊഡക്റ്റാണ് MgOHX എന്നത്. അതിനാൽ തന്നെ സാധാരണയായിട്ട് ഗ്രിഗനാർഡ് റിയേജൻറ്റിനെ ഒരു ചെറിയ എമൗണ്ട് ഓഫ് മോയ്സ്ചറിൻ്റെ പ്രസൻസിൽ പോലും നമ്മൾ സാധാരണ വയ്ക്കാറില്ല. വി ഷുഡ് അവോയ്ഡ് ദ കോണ്ടാക്ട് വിത്ത് എ ലിറ്റിൽ എമൗണ്ട് ഓഫ് മോയ്സ്ചർ. വളരെ കുറഞ്ഞ എമൗണ്ട് മോയ്സ്ചർ ആണെങ്കിൽ പോലും അതുമായിട്ടുള്ള കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താ, ഗ്രിഗനാർഡ് റിയേജൻ്റ് വളരെ എളുപ്പത്തിൽ തന്നെ ഹൈഡ്രോ കാർബണുകളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ആൽക്കൈൽ ഹാലൈഡുകളെ ഹൈഡ്രോ കാർബണുകളാക്കി മാറ്റുന്നതിന് നമുക്ക് ഈ ഗ്രിഗനാർഡ് റിയേജൻറ്റുകളെ ഉപയോഗിക്കാം. ആ ഒരു കൺവേർഷൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് പോലെയാണ് ഗ്രിഗനാർഡ് റിയേജൻ്റ് ഉണ്ടാകുന്നത് അല്ലേ. ആൽക്കൈൽ ഹാലൈഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഗ്രിഗനാർഡ് റിയേജൻ്റ് ഉണ്ടാകുന്നു. ഈ ഗ്രിഗനാർഡ് റിയേജൻ്റ് വാട്ടർ, ആൽക്കഹോൾ, അമൈൻ എന്നിവയിൽ നിന്നും ഒരു പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറുന്നു. ഹാലോ ആൽക്കെയിൻസ് മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഈ ഹാലോ ആൽക്കെയിൻസ് സോഡിയം എന്ന് പറയുന്ന മെറ്റലുമായിട്ട് ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷനെയാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നെയിംഡ് റിയാക്ഷനാണിത്. ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ട് വിത്ത് സോഡിയം ഇൻ ഡ്രൈ ഈതർ ടു ഗിവ് എ ഹൈഡ്രോ കാർബൺ. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് വുഡ്സ് റിയാക്ഷൻ. എന്താണ് ഇവിടുത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് നോക്കൂ.
ഇവിടെ റിയാക്ട് ചെയ്യപ്പെടുന്ന ആൽക്കൈൽ ഹാലൈഡിനേക്കാൾ സാധാരണയായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൽക്കൈൽ ഹാലൈഡിൻ്റെ ഇരട്ടി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൽ റിയാക്റ്റന്റിനെ അപേക്ഷിച്ച് ഇരട്ടി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടാകുന്നു. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് 2RX plus Na in the presence of dry ether form RR plus 2NaX. എന്താണ് ഈ RR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2 ആൽക്കൈൽ ഗ്രൂപ്പുകൾ, അതായത് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഇത്രയുമാണ് ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷൻസ്.